നബിവാക്യം. നിങ്ങളിൽ താഴെയുള്ളവരിലേക്ക് നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കരുത്. അതാണ് ദൈവം നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നിസ്സാരമായി കാണാതിരിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം. ഉദ്യോഗം, വീട്, വാഹനം, സമ്പത്ത്, ആരോഗ്യം തുടങ്ങിയ ഭൗതിക വിഭവങ്ങളിൽ ഒരാൾ തന്നേക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കുകയാണെങ്കിൽ മറ്റുള്ളവരെക്കാൾ തനിക്ക് ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ വലുതായി തോന്നും. താൻ അനുഭവിച്ചും ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന സന്തോഷങ്ങളെയും അനുഗ്രഹങ്ങളെയും ഒരിക്കലും അയാൾ ചെറുതായി കാണുകയില്ല. അങ്ങനെ അയാൾ തൻ്റെ രക്ഷിതാവിനോട് നന്ദിയും കൂറുമുള്ളവനായി മാറാൻ കഴിയും. അങ്ങനെ ദൈവം തനിക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ സംതൃപ്തനായി സന്തോഷത്തോടെ ജീവിക്കുവാനും സാധിക്കും. നേരെ മറിച്ച് ഭൗതിക വിഭവങ്ങളിൽ തന്നേക്കാൾ മുകളിലുള്ളവരിലേക്കാണ് ഒരാൾ നോക്കുന്നതെങ്കിൽ ദൈവം തനിക്ക് നൽകിയ അനുഗ്രഹങ്ങളെ വില കുറച്ച് കാണുകയും അവയെ നിസ്സാരവൽക്കരിക്കുകയും ചെയ്യും. ഇത് തൻ്റെ രക്ഷിതാവിനോട് നന്ദി കാണിക്കുന്നതിൽ നിന്നും അവനെ തടയുകയും ചെയ്യുന്നു. ഒരാൾ ഏറ്റവും വലിയ ദരിദ്രനാണെങ്കിൽ പോലും ഉള്ളതിൽ സംതൃപ്തി ഉണ്ടെങ്കിൽ അവനാണ് യഥാർത്ഥത്തിൽ ധനികൻ. എത്ര വലിയ ധനികനാണെങ്കിലും അവനുള്ളതിൽ സംതൃപ്തി ഇല്ലെങ്കിൽ അവൻ പരമ ദരിദ്രനാണ്. തിരുനബി ഒരിക്കൽ പറഞ്ഞു, ഭൗതിക വിഭവങ്ങളിലെ വർധനവല്ല ഐശ്വര്യം, പ്രത്യുത മനസ്സംതൃപ്തിയാണ് ഐശ്വര്യം. ഭൗതിക ലോകത്തിലെ അലങ്കാരമായ സമ്പത്തിനെ അഹങ്കാരത്തിനും പൊങ്ങച്ചത്തിനും അക്രമത്തിനും വിനിയോഗിച്ച ചില സമൂഹങ്ങളുടെ മുൻകാല ചരിത്രങ്ങൾ വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. ഇന്നും അത്തരക്കാരുണ്ട്. അവർ സമൂഹത്തിന് വരുത്തി വെക്കുന്ന ദോഷങ്ങൾ ചെറുതല്ല. എങ്ങനെ സമ്പാദിച്ചു, ഏതു വഴി വിനിയോഗിച്ചു എന്ന ചോദ്യത്തിന് നാളെ പടച്ചവൻ്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും എന്ന ചിന്ത ഒരു ദൈവവിശ്വാസിക്കൊരിക്കലും നഷ്ടമായി കൂടാ. പ്രശസ്ത ചിന്തകൻ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ്റെ വാക്കുകൾ ഇങ്ങനെ വായിക്കാം: സംതൃപ്തി ദരിദ്രനെ ധനികനാക്കുന്നു, അതൃപ്തി ധനികനെ ദരിദ്രനാക്കുകയും ചെയ്യുന്നു.